ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ സിനിമ കാണാതിരിക്കരുത്. കഴിച്ച് കഴിഞ്ഞ് എന്നിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ അനുഭവിച്ചോ. ഒരു രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ മൊത്തം നഷ്ടപ്പെട്ട് അവിടുത്തെ കുറേയേറെ ചെറുപ്പക്കാരെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുവരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മേൽത്തലപ്പത്തിരിക്കുന്ന കുറേ ആൾക്കാർ അവരുടെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വേണ്ടി വഴങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ഈ ഇത്രയും പേരെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ സിനിമയിലുടനീളം. ശരിക്കും പറഞ്ഞാൽ മനക്കട്ടിയുള്ളവർ മാത്രം കാണേണ്ട ഒരു സിനിമയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടുകൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം തന്നെ വെറുത്തു പോകും. അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ കുട്ടികളെയും അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെയും ഈ സ്ത്രീകളെയും ആൺകുട്ടികളെയും ഒക്കെ കൊണ്ടുവന്ന് അവിടെ എന്താണ് ചെയ്യുന്നതെന്നും അവിടെ നടക്കുന്ന സംസാരങ്ങളും അവിടെ നടക്കുന്ന വളരെയേറെ നമ്മളെ വെറുപ്പിക്കുന്ന മടുപ്പിക്കുന്ന വിഷ്വലുകളുമാണ് ഈ സിനിമയിലെ പ്രധാന ഇതിവൃത്തം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഓരോ നിമിഷവും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കാണിക്കുന്ന സീനുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വെറുപ്പും അറപ്പും ഒക്കെ ശരിക്കും ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ച പല രാഷ്ട്രീയങ്ങളെയും ഗംഭീരമായിട്ട് കാണിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമവും പെയിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ഈ സിനിമ വേറെ ലെവലാണെന്ന് കരുതിയിട്ട് കയറി കാണാൻ നിൽക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അറപ്പുളവാക്കുന്ന, ഞാൻ കണ്ടതിൽ വെച്ച് മോശമായ സിനിമകളിൽ വളരെ മോശമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഈ സിനിമ താല്പര്യമുള്ളവർ വേണമെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ സിനിമ കാണാതിരിക്കരുത്. കഴിച്ച് കഴിഞ്ഞ് എന്നിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ അനുഭവിച്ചോ. അപ്പോൾ സിനിമയുടെ പേര് സാലോ എന്നാണ്. 120 Days of Soldum എന്ന് കൂടി പറയാം. 1975 ഇറങ്ങിയ ഇറ്റാലിയൻ സ്പാനിഷ് മൂവിയാണിത്. സോ കണ്ടു നോക്കുക. കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടവർക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. കൂടെ കൂടിക്കൊന്നേ നമുക്ക് പുതിയ പുതിയ സിനിമകൾ കാണാം. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.